വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് കേരളത്തെ പിടിച്ചുലച്ച സോളാർ കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ട സർക്കാരിന്റെ പേരാണ് ഒന്നാം പിണറായി സർക്കാർ. പഴുതടച്ചുള്ള CBI അന്വേഷണത്തിൽ CPM-ഉം കേരളത്തിലെ CPM പോഷക സംഘടനകൾ അടക്കമുള്ളവർ വേട്ടയാടിയ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യസ്നേഹി കുറ്റക്കാരനല്ലെന്ന് CBI അന്വേഷണത്തിൽ കണ്ടെത്തുകയാണ്. അതേ തരത്തിൽ ഒരു രാഷ്ട്രീയ കളി വീണ്ടും CPM കളിക്കുന്നു. അതായത് 2018-ലെയും 2019-ലെയും പ്രളയം പറവൂർ മണ്ഡലത്തെ തകർത്തെറിഞ്ഞപ്പോൾ പറവൂർ മണ്ഡലത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ചനയിക്കാൻ അവിടെയുള്ള MLA ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച വിജിലൻസിന് കേസ് കൈമാറുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ ഒരു കടുമണി പോലും അഴിമതി VD സതീശനെതിരെ കണ്ടെത്താൻ കഴിയാത്തതോടെ അത് CBIക്ക് വിട്ട രാഷ്ട്രീയ പ്രേരിതമായി CBI അന്വേഷണത്തിന് കോപ്പ് കൂട്ടുകയാണ് പിണറായി വിജയൻ സർക്കാർ. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ CBIയെ കാണിച്ച് പേടിപ്പിക്കാൻ, കോൺഗ്രസിനെ പേടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ മിസ്റ്റർ പിണറായി, എനിക്കിതിനൊന്നും ഭയമില്ല, ഞാൻ പേടിച്ചെന്ന് നിങ്ങൾ കരുതിക്കോളൂ എന്നാണ് VD സതീശൻ പറയുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണത്തിന്റെ ബാക്കി പത്രം എന്താവും, ഈ അന്വേഷണത്തെ കേരളീയ സമൂഹം എങ്ങനെ നോക്കിക്കാണും, വിശദമായി പരിശോധിക്കാം. PS സൗവർണിക കൂടെയുണ്ട്. അതായത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ആരോപണം അല്ലെങ്കിൽ അഴിമതി ആരോപണം CPM-ഉം CPM-ന്റെ പോഷക സംഘടനകളും CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിരുന്നു. എന്നാൽ വിജിലൻസ് അന്വേഷണത്തിൽ യാതൊരു തെളിവും കണ്ടെത്താൻ കഴിയാതായതോടുകൂടിയാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിക്കുന്നത്. ഒരു വർഷം മുമ്പുള്ള തീരുമാനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു സാഹചര്യത്തിൽ CBIക്ക് വിടാനുണ്ടായ ഒരു ചേതോവികാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുകയാണ്. വിജിലൻസ് ഉപേക്ഷിച്ചു പോയ കേസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് തിരിച്ചറിയാൻ സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ നീക്കമാണ് സർക്കാർ നടത്തുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ ആരോപണം ഉയർന്ന അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ സോളാർ കേസ് CBIക്ക് വിടുന്നതും പിന്നെ CBI അന്വേഷിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു തെളിവുമില്ല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാൻ പോലും കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ കേസ് അവസാനിപ്പിക്കുകയും ചെയ്ത് അതിൽ നാണം കെട്ട CPM വീണ്ടും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിൻ്റെ ശുപാർശയുമായി രംഗത്തിറക്കുകയാണ്. വിജിലൻസിൻ്റെ ശുപാർശ ഇറങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തുനിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിൻ്റെ ശുപാർശ. ഒരു വർഷം മുമ്പ് മുൻ ഡയറക്ടർ യോഗ്ഗേഷ് ഗുപ്തയാണ് ഇത് ശുപാർശ ചെയ്യുന്നത്. FCRA നിയമനത്തിൻ്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി തേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിൻ്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. FCRA നിയമം 2010 സെക്ഷൻ 3(2)(a) പ്രകാരമാണ് CBI അന്വേഷണം നടത്തണമെന്ന് പറയുന്നത്. അതോടൊപ്പം കേരള നിയമസഭയിലെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്തു നിന്നും പണം സ്വീകരിച്ചത്. UK-യിൽ നിന്നും 22,500 പൗണ്ട്, അതായത് ഏകദേശം 19 ലക്ഷത്തിലധികം രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് സമാഹരിച്ച മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. UK-യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്തു യന്ത്രം, അതായത് തയ്യൽ മെഷീനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് VD സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായി വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് എല്ലാ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടും യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ കേസിന്റെ യാഥാർത്ഥ്യം. പിന്നീടാണ് വിജിലൻസ് CBIക്ക് വിടാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിരോധാഭാസം എന്നാൽ CBI കൂട്ടിലടച്ച തത്തയാണെന്ന് പറയുന്ന CPM തന്നെ ഈ കേസ് CBIക്ക് വിടുന്നത് ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട VD സതീശനെ ഏത് വിധേനയും താറടിച്ചു കാണിക്കുന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് എന്ന് നമുക്ക് വിലയിരുത്തിക്കൂടെ? തീർച്ചയായും ഇത് രാഷ്ട്രീയ പ്രേരിതമായി മാത്രമുള്ളൊരു കേസാണ്. കാരണം ഈ കേസ് ഇപ്പൊ CBIക്ക് വിടേണ്ട ആവശ്യമില്ല. കാര്യം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ CPM-ലെ അല്ലെങ്കിൽ LDF-ലെ മന്ത്രിമാർക്കും MLA-മാർക്കും അടക്കം എതിരെ ആരോപണങ്ങൾ ഉണ്ടായി.
എന്താണ് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ LDF എന്താണ് പരാജയപ്പെട്ട അല്ലെങ്കിൽ നാണം കെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കേസ് അല്ലെങ്കിൽ VD സതീശനെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകുന്നത്. സതീശൻ പറഞ്ഞിരുന്നു ഞാൻ പേടിച്ചെന്ന് എന്നുള്ള തലത്തിൽ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യം ഈ വിഷയത്തിൽ കേരള സമൂഹത്തിന് അറിയാം, ഉമ്മൻചാണ്ടിയെ സോളാറിന്റെ പേരിൽ വേട്ടയാടിയ സർക്കാരാണ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ സോളാറിന്റെ പേരിൽ എത്രത്തോളം LDF വേട്ടയാടിയെന്നറിയാം. അതിന്റെ അവസാനം എന്തായി? ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ സത്യം ജയിച്ചു, ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് തെളിയുക തന്നെ ചെയ്തു. അതുപോലെയാണ് ഈ കേസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനു മുന്നേ തെരഞ്ഞെടുപ്പിന് ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് 3-4 മാസത്തിന്റെ വ്യത്യാസത്തിൽ ഇത്തരമൊരു കേസ് വീണ്ടും പൊങ്ങി വന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കേരള പൊതുസമൂഹത്തിന് തീർച്ചയായും മനസ്സിലാവും. കാര്യം നമുക്കറിയാം VD സതീശനാണ് ഒരു പക്ഷേ ഇപ്പോൾ LDFന്റെ ഏറ്റവും വലിയ തലവേദന. കാര്യം VD സതീശൻ എടുത്ത നിലപാടുകൾ, പറയുന്ന രാഷ്ട്രീയം, പറയുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അത് UDFന്റെ വിജയം, പരാജയപ്പെട്ടാൽ താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ആർജവം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കണക്കുകൂട്ടി പറഞ്ഞ കണക്കുകളെല്ലാം കൃത്യമായിരുന്നു. VD സതീശൻ ഓരോ ദിവസവും മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPMനെ, CPIയെ, LDFനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ, വാക്കുകൾ, ഇതെല്ലാം CPMനെ അല്ലെങ്കിൽ LDFനെ തകർക്കുന്നുണ്ട്. അതുകൊണ്ട് VD സതീശന് നേരെ ഒരു ആക്രമണം, അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ കേസ് ഒരിക്കലും നിലനിൽക്കുകയില്ല, വെറും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസ് തന്നെയാണ്. നമുക്കറിയാം ഇതിനു മുമ്പും ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരം വളരെയധികം കേസുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ എന്തായി? ഇതും അതുപോലെയാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം കളിക്കുന്നതാണ്. ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്തണ്ട എന്ന് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള സർക്കാർ ശ്രമമാണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. ഒരു കാര്യവുമില്ലാത്ത കേസ്, CBI അല്ല ഇന്റർപോൾ വേണമെങ്കിൽ അന്വേഷിക്കട്ടെ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എല്ലാവരും രാഷ്ട്രീയ കേരളം ഒന്നടങ്കം പറയുന്നു ഇത് വെറും രാഷ്ട്രീയ പകപോക്കലാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കാണിക്കുന്ന വെറും പ്രഹസനമാണ്. തങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുള്ളവരെ കേസുകളിൽ കുടുക്കി അല്ലെങ്കിൽ കേസുകൾ വെച്ച് വിവാദം ഉണ്ടാക്കാം എന്ന തലത്തിലേക്ക് സർക്കാർ മാറിയിട്ടുണ്ട്. അത്തരം വേട്ടയാടലുകളാണ് സർക്കാർ വീണ്ടും തുടരുന്നത്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ CPM ഇത്തരത്തിൽ പല നാടകങ്ങളും കളിക്കും. ആ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നീക്കമെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. CPMന്റെ നാടകത്തെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അത് പുച്ഛിച്ച് തള്ളുമെന്ന കാര്യത്തിലും തർക്കമില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഏത് തരത്തിലും എന്ത് നെറുകേട് കാണിച്ചും ഭരണം നിലനിർത്തുക എന്നത് മാത്രമാണ് CPMന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് CPM ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും നടത്തുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂഷണമല്ല. കാരണം VD സതീശൻ 229 വീടുകളാണ് പ്രളയത്തിൽ തകർന്ന പറവൂരിൽ നിർമ്മിച്ചു നൽകിയത്. ഈ 229 വീടുകളും വിവിധ സന്നദ്ധ സംഘടനകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും എല്ലാം സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചു നൽകിയത്. 229 കുടുംബങ്ങളെ സുരക്ഷിതനാക്കിയ വ്യക്തിയുടെ പേരാണ് VD സതീശൻ. കേരളത്തിലെ മറ്റൊരു മണ്ഡലത്തിലെ ഒരു MLAക്കും ഇത്തരത്തിൽ 229 വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. തൊട്ടപ്പുറത്ത് അൻവർ സാദത്ത് അമ്മക്കിളിക്കൂട് എന്ന പേരിൽ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതുപോലെ TJ വിനോദ് നൽകുന്നുണ്ട്, ഉമാ തോമസ് നൽകുന്നുണ്ട്. എറണാകുളത്തിൻ്റെ കോൺഗ്രസിൻ്റെ MLAമാർ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനം മറ്റുള്ള CPMന്റെ MLAമാർ കണ്ടുപഠിക്കണം. അതായത് പ്രളയം ഒരു നാടിനെ പൂർണ്ണമായും വിഴുങ്ങിയപ്പോൾ പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ 2 മണ്ഡലങ്ങളാണ് എറണാകുളത്തുള്ള, ഒന്ന് പറവൂരും മറ്റൊന്ന് ആലുവയും. ആലുവയിലെ ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ അൻവർ സാദത്ത് പഠിച്ച പണി 18 അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ്. ഏറ്റവും കൂടുതൽ നാശം വിധിച്ച ഒരു മണ്ഡലം പറവൂരാണ്. പറവൂരിൻ്റെ തീരദേശ മേഖലയിലടക്കം ആലുവ പുഴയുടെ പെരിയാറിൻ്റെ കരയിലുള്ള പ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ വീടുകൾ തകർന്നു, ആളുകളുടെ തൊഴിലുപാധികൾ പൂർണ്ണമായും ഇല്ലാതായി. അത്തരത്തിൽ സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷകൾ നൽകിക്കൊണ്ട്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകിക്കൊണ്ട്, ഇത്തരത്തിൽ എല്ലാ തരത്തിലും അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചനയിച്ച ഒരു ജനപ്രതിനിധിയെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ സർക്കാരിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകും. ആ മറുപടിയിൽ CPM വെന്തുരുകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിൽ CBIയെ കൊണ്ടല്ല ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും യാതൊരു തെളിവും ലഭിക്കില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസിന് ബോധ്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും VD സതീശനെ ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കുക എന്നത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിനുവേണ്ടിയാണ് ഇത്തരം നെറുകെട്ട നീക്കം നടത്തുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിനേക്കാൾ വലിയ തോൽവിയാണ് CPMനെ കാത്തുവെച്ചിരിക്കുന്നത്.